നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ യുക്രൈൻ സന്ദർശിക്കാൻ സ്വാഗതം ചെയ്ത് യുക്രൈനിയൻ ആർച്ച് ബിഷപ്പ്. EWTN ന്യൂസ് ഇൻഡെപ്ത് അവതാരക ക്യാതറിൻ ഹാർഡ്രോയ്ക്ക് വെള്ളിയാഴ്ച നൽകിയ അഭിമുഖത്തിലാണ് ഫിലാഡൽഫിയയിലെ യുക്രൈൻ കത്തോലിക്ക രൂപത ആർച്ച് ബിഷപ്പ് ബോറിസ് ഗുഡ്സിയാക് ഇക്കാര്യം അറിയിച്ചത്. ട്രംപിനെ നേരിട്ട് സ്വാഗതം ചെയ്യുകയായിരുന്നു. ഒക്ടോബർ 17 നടന്ന അത്താഴ വിരുന്നിൽ ട്രംപുമായി ഹ്രസ്വ സംഭാഷണം നടത്തിയിരുന്നു. ഇലക്ഷൻ ഫലം അറിഞ്ഞതിനു ശേഷം ട്രംപിനെ വിഷയം ചൂണ്ടിക്കാട്ടി കത്തെഴുതുകയായിരുന്നുവെന്നും ആർച്ച് ബിഷപ്പ് വെളിപ്പെടുത്തി. ഒരു കൂട്ടം മതനേതാക്കളോടൊപ്പം മാനുഷിക ദൗത്യവുമായി അദ്ദേഹം ഇപ്പോൾ പോവുകയാണെങ്കിൽ യുക്രൈനിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. യുക്രൈനിലേക്ക് പോയ കർദിനാൾമാർ, രാഷ്ട്രീയ നേതാക്കൾ, സന്നദ്ധ പ്രവർത്തകർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ തുടങ്ങിയ എല്ലാവരും അവിടെ സംഭവിക്കുന്നത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ഭാവിയിൽ ഒരു നയം കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറുവാൻ സാധ്യത നിലനിൽക്കുന്നതിനാൽ യുക്രൈനിലേക്ക് പോകാൻ പ്രസിഡന്റ് ട്രംപിനെ പ്രോത്സാഹിപ്പിക്കുമെന്നും ആർച്ച് ബിഷപ്പ് ബോറിസ് പറഞ്ഞു. 2022 ഫെബ്രുവരി 24 റഷ്യൻ സേന യുക്രൈനിൽ അധിനിവേശം ആരംഭിച്ചത്. പതിനായിരങ്ങളുടെ ജീവനെടുത്തും കോടികളുടെ നാശം വരുത്തിയും വിതച്ച യുദ്ധം ഇക്കഴിഞ്ഞ ആഴ്ച 1000 ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. യുഎസും ബ്രിട്ടനും അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾ യുക്രൈന് സൈനിക സാമ്പത്തിക പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിലും രാജ്യം നിലയില്ലാ കയത്തിലാണ്. യുദ്ധത്തിന് 1000 ദിവസം തികഞ്ഞ പശ്ചാത്തലത്തിൽ യുക്രൈൻ ജനത അനുഭവിച്ച കഠിന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി യുക്രൈനിലെ എല്ലാ പൗരന്മാരെയും അവർ എവിടെയായിരുന്നാലും ആശ്ലേഷിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന വാക്കുകളോടെ ഫ്രാൻസിസ് പാപ്പ കത്തയച്ചിരുന്നു.